വചന ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് വചനവേദിയിൽ നമ്മോടൊത്തായിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഫാദർ ജോസ് അഞ്ചാനിക്കൽ അച്ഛനാണ്. ഇന്ത്യയിലെ കരിസ്മാറ്റിക് നവീകരണ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന നാഷണൽ സർവീസ് ടീമിൻ്റെ ചെയർമാനായി കർത്തൃ ശുശ്രൂഷ ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് അഞ്ചാനിക്കൽ അച്ഛൻ. നല്ലൊരു ധ്യാനഗുരു കൂടിയായ ബഹുമാനപ്പെട്ട ജോസ് അഞ്ചാനിക്കൽ അച്ഛനെ ഹൃദയപൂർവ്വം ഈ വചനവേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. നിമിഷങ്ങളിലെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവിന് വേണ്ടി ഒന്നാഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഓ പാവനാത്മാവേ, ശൂന്യത നിറയുമൻ മാനസത്തിൽ. ഒരുപക്ഷെ ഈ ദൈവസ്തുതികളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉയരുമ്പോഴും നമ്മൾ പലരുടെയും മനസ്സിലൊരു ശൂന്യത ചിന്ത. നമ്മളിവിടെ ജീവിത അനുഭവം പങ്കുവെച്ചപ്പോഴും കേൾക്കുകയുണ്ടായി. ഇത്രയേറെ പ്രാർത്ഥിച്ചിട്ടും, ഇത്രയേറെ വിശുദ്ധ കുർബാന അർപ്പിച്ചിട്ടും, ഇത്രയേറെ ജപമാല അർപ്പിച്ചിട്ടും പിന്നെ എന്തേ? 77-ാമത്തെ സങ്കീർത്തനത്തിലൂടെ നമുക്കൊന്ന് കടന്നുപോയി നമ്മുടെ ആ ശൂന്യ അവസ്ഥയെ ഒന്ന് ധ്യാനിച്ചുകൊണ്ട് പരിശുദ്ധാത്മ സന്നിധിയെ പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങാം. 77-ാം സങ്കീർത്തനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ഞാൻ ദൈവത്തോട് ഉച്ചത്തിൽ നിലവിളിക്കും, അവിടുന്ന് കേൾക്കാൻ ഉച്ചത്തിൽ അപേക്ഷിക്കും. ഈ ചിലർ ചോദിക്കാറുണ്ട്, ഇങ്ങനെ സ്തുതിപ്പ് ഒച്ച സ്തുതിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ദൈവത്തിന് ചെവി കേൾക്കാൻ മേല എന്നാ ചോദിക്കുക. ദൈവത്തിന് ചെവി കേൾക്കാൻ മേല, പിന്നെ എന്തിനാ ഇത്ര ഉറക്കെ സ്തുതിക്കുന്നതെന്നാ സങ്കീർത്തകൻ അങ്ങനെ പറഞ്ഞത്. ദൈവം കേൾക്കുന്നില്ലെന്ന് വിചാരിക്കുന്നത്, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ദൈവം കേൾക്കുന്നില്ല എന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ട് സങ്കീർത്തകൻ പറയുന്നു, ഞാൻ ദൈവത്തോട് ഉച്ചത്തിൽ നിലവിളിക്കും, പിന്നെയോ അവിടുന്ന് കേൾക്കാൻ ഉച്ചത്തിൽ അപേക്ഷിക്കും. എന്താ കാരണം? അടുത്ത തിരുവചനങ്ങളിൽ പറയുന്നുണ്ട്, കഷ്ടദിനങ്ങളിൽ ഞാൻ കർത്താവിനെ അന്വേഷിക്കുന്നു, രാത്രി മുഴുവൻ ഞാൻ കൈവിരിച്ചു പിടിച്ചു, ഒന്നിനും എന്നെ ആശ്വസിപ്പിക്കാനായില്ല. പലരുടെയും ജീവിതാനുഭവം അങ്ങനെയല്ലേ? രാത്രി മുഴുവൻ കൈവിരിച്ച് പ്രാർത്ഥിച്ചിട്ടും രക്ഷപ്പെട്ടോ? രോഗം മാറിയോ? കടബാധ്യത മാറിയോ? കുടുംബത്തിലെ പ്രശ്നങ്ങൾ മാറിയോ? എന്തേ? ശൂന്യതയല്ലേ? എന്നിട്ട് പറയാം, ഞാൻ ദൈവത്തെ ഓർക്കുകയും വിലപിക്കുകയും ചെയ്യുന്നു, ഞാൻ ധ്യാനിക്കുകയും എൻ്റെ മനസ്സ് ഇടിയുകയും ചെയ്യുന്നു. തകർന്നു പോയെന്നാ പറഞ്ഞ മനസ്സ്. ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ജീവിച്ചിട്ട് പോലും കാര്യമില്ല എന്നാ ചിലർ വിചാരിക്കുന്നു. മനസ്സ് ഇടിഞ്ഞു പോവുക. തുടർന്ന് സങ്കീർത്തകൻ പറയുന്നു, കണ്ണ് ചിമ്മാൻ അവിടുന്ന് എന്നെ അനുവദിക്കുന്നില്ല, സംസാരിക്കാനാവാത്ത വിധം ഞാൻ ആകുലനാണ്. ഞാൻ കഴിഞ്ഞ കാലങ്ങൾ ഓർക്കുന്നു, പണ്ടത്തെ സംവത്സരങ്ങളെ സ്മരിക്കുന്നു. രാത്രിയിൽ ഞാൻ ഗാഠചിന്തയിൽ മുഴുകുന്നു. ഞാൻ ധ്യാനിക്കുകയും എൻ്റെ ആത്മാവിൽ ഈ ചോദ്യം ഉയരുകയും ചെയ്തു: കർത്താവ് എന്നേക്കുമായി തള്ളിക്കളയുമോ? ഇനി ഒരിക്കലും അവിടുന്ന് പ്രസാദിക്കുകയില്ലേ? അവിടുത്തെ കരുണ എന്നേക്കുമായി നിലച്ചുവോ? അവിടുത്തെ വാഗ്ദാനങ്ങൾ എന്നേക്കുമായി അവസാനിച്ചുവോ? കൃപ കാണിക്കാൻ ദൈവം മറന്നുപോയോ? ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നമ്മുടെ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ അശൂന്യ അവസ്ഥകളിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചിന്തകൾ കടന്നു വരുവാൻ സാധ്യതയുണ്ട്. നമ്മെ ശക്തിപ്പെടുത്തുന്ന, നമ്മുടെ ജീവിതങ്ങളെ ബലപ്പെടുത്തുന്ന റോമലേഖനം 8:26 നാം വായിക്കുന്നത് പോലെ നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം. ഓ പാവനാത്മാവേ, ശൂന്യത നിറയുമേ താഴ്വരയിൽ ജീവനില്ലാത്ത എൻ ജീവിതത്തിന്മേൽ വീശിയിടുക, വീണ്ടും ജീവനേകുക. ഹൃദയങ്ങൾ തുറന്ന് ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ പാവനാത്മാവേ, സൂര്യത നിറ
വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. ദാഹത്തോടെ പ്രാർത്ഥിക്കാം. ഹൃദയങ്ങൾ തുറന്ന് പ്രാർത്ഥിക്കാം. ജീവിതത്തിന്റെ എല്ലാ ശൂന്യ അവസ്ഥകളെയും കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് ജീവനില്ലാത്ത എല്ലാ അവസ്ഥകളിലേക്കും ഓ പരിശുദ്ധാത്മാവേ വന്നു നിറയണമേ. ഓ ജീവനേകണമേ. ഓ ശക്തി നൽകണമേ. ഓ പാവനാത്മാവേ എന്നെ നിറയണമേ. എന്നെ നിറയണമേ. വീണ്ടും ജീവനേകുക, ഓ പാവനാത്മാവേ ശക്തിയേകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. വീണ്ടും ശക്തിയേകുക. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. നീ എന്നെ നിറഞ്ഞിടുക. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. കരങ്ങളുയർത്തി ദാഹത്തോടെ കരങ്ങളുയർത്തി ദാഹത്തോടെ പ്രാർത്ഥിക്കാം. എല്ലാ കരങ്ങളും ഉയർത്തി ദാഹത്തോടെ വീണ്ടും ജീവൻ, എല്ലാ ഹൃദയങ്ങളും തുറന്ന് വീണ്ടും ശക്തിയേകുക. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആ ശക്തി അനുഭവിച്ച പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങ് ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ അടുത്തിരിക്കുന്ന ആൾക്ക് സ്തുതി കൊടുക്കുമ്പോൾ ഒരു ഗുണമുണ്ട്. എന്താണെന്നറിയോ? അടുത്തിരിക്കുന്ന ആൾക്ക് സ്തുതി കൊടുക്കുമ്പോൾ എന്താ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന വിചാരം? ആർക്കാ സ്തുതി കൊടുക്കുന്നത്? ഈശോ മിശിഹായ്ക്ക്. അപ്പം നമ്മുടെ അടുത്തിരിക്കുന്ന ആളാരാ? ആരാ? ഈശോ മിശിഹായ. അപ്പം അതുകൊണ്ട് അടുത്തിരിക്കുന്ന ആൾക്ക് സ്തുതി കൊടുക്കുമ്പോൾ ഈശോയുടെ ഒരു ദിവ്യ സാന്നിധ്യമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 18-ാമത്തെ തിരുവചനത്തിൽ ഈശോ ഈ സാന്നിധ്യത്തെക്കുറിച്ച് നമ്മോട് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഉണർവ് നൽകുന്ന, ഏറ്റവും വലിയ ശക്തി നൽകുന്ന ഒരു തിരുവചനമാണ് യോഹന്നാൻ 14:18. ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. എന്താ ഈശോ പറഞ്ഞത്? ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ വീണ്ടും നിങ്ങളുടെ അടുക്കിലേക്ക് വരും. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയുടെ സാന്നിധ്യം ഒന്ന് അനുഭവിച്ചുകൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ അടുക്കിലിരുന്ന് ഞങ്ങൾക്ക് സ്തുതിയല്ല, ഇപ്പോൾ ഈശോ മിശിഹായുടെ സാന്നിധ്യമാണ് നമ്മൾ അനുഭവിച്ചത് എന്നുള്ള ബോധ്യത്തോടെ ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഇന്നിവിടെ പങ്കുവെച്ച കേട്ട കാര്യങ്ങളും ദൈവസന്നിധിയിലെ സ്തുതികൾ അർപ്പിച്ചപ്പോഴും എല്ലാം നമ്മൾ ഓർമ്മിച്ച ഒരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോടുകൂടി. ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും ഓരോ അനുഭവങ്ങളിലും ഇടപെട്ടുകൊണ്ട് നമ്മെ ശക്തിപ്പെടുത്തി, നമ്മെ സഹായിച്ച്. റോമ 8:28
നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്നത് പോലെ തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. കഷ്ടതകളാണെങ്കിലും, ദുഃഖങ്ങളാണെങ്കിലും, രോഗങ്ങളാണെങ്കിലും, വേദനകളാണെങ്കിലും, ഭാരങ്ങളാണെങ്കിലും, പരാജയങ്ങളാണെങ്കിലും, കുടുംബ പ്രശ്നങ്ങളാണെങ്കിലും, ഇനി ദാമ്പത്യത്തിൽ ഇടയ്ക്ക് സംഭവിക്കാവുന്ന ചില വീഴ്ചകളാണെങ്കിലും, മദ്യപാനമാണെങ്കിലും, മയക്കമരുന്നുകളാണെങ്കിലും, കുട്ടികളുടെ കാണുന്ന പ്രശ്നങ്ങളാണെങ്കിലും, ഏത് കാര്യങ്ങളാണെങ്കിലും ദൈവസ്നേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ അവയെ കാണുമ്പോൾ അതിലൂടെ എല്ലാം നന്മ വരുത്തുന്ന ദൈവത്തിൻ്റെ ആ ഒരു സാന്നിധ്യം ഈ രാത്രിയിൽ അത് അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. കർത്താവിൻ്റെ വാഗ്ദാനം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാൻ എന്താ ഇഷ്ടം നല്ല വാഗ്ദാനം? ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. എനിക്ക് ഹൈറേഞ്ചിലുള്ള ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ ഒരു കൊച്ചു വീട്ടമ്മ എന്നോടൊരു പറഞ്ഞ കാര്യം ഓർക്കുക. ഇവള് കോളേജിലൊക്കെ പഠിച്ചിരുന്ന കാലത്ത് മാതാവിനോട് വലിയ ഇഷ്ടമായിരുന്നു എന്നാണ് പറഞ്ഞത്. ഒത്തിരി പേർക്ക് അങ്ങനെയാണ്, മാതാവിനോട് ഭയങ്കര ഇഷ്ടമാണ്, മാതാവിനോട് പ്രാർത്ഥിക്കാനൊക്കെ വലിയ ഇഷ്ടം. ഇവളങ്ങനെയായിരുന്നു, മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിക്കാൻ. പക്ഷേ വിവാഹമൊക്കെ കഴിച്ച് കുടുംബജീവിതമൊക്കെ ആരംഭിച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ അമ്മ കുഞ്ഞിലെ മരിച്ചുപോയി, പപ്പായും കുറച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ വിവാഹത്തിനൊക്കെ ശേഷമാണ് മരിച്ചു. അപ്പോൾ ഈ കുടുംബജീവിതം ആരംഭിച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് 2 കുട്ടികളുണ്ട്. വീട്ടിൽ പ്രായമായിട്ടുള്ള കാരണവന്മാരുണ്ട്. ഭർത്താവ് വിദേശത്ത് ജോലിയാണ്. അത്യാവശ്യം കുറേ കൃഷിയും തോട്ടങ്ങളും ഒക്കെ ഉണ്ട്, കന്നുകാലികളുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നോക്കി നടത്തേണ്ട സാഹചര്യം വന്നപ്പോഴാണ് അവൾ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ രൂപം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈശോയുടെ ഈ തിരുഹൃദയത്തിൻ്റെ വില എനിക്ക് മനസ്സിലായത് അപ്പോഴാണ്. ഈശോ പറഞ്ഞ വാക്കിൻ്റെ വില, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരും എന്ന് ഈശോ പറഞ്ഞത് എനിക്ക് എൻ്റെ ഈ കുടുംബത്തിൽ അനുഭവിക്കാൻ സാധിക്കും. എനിക്കിപ്പോൾ ഒരു പ്രശ്നമില്ലെന്നാണ്, എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. എനിക്ക് കുഞ്ഞിലെ ഇയാളെ അറിയാവുന്നതാണ്. അപ്പം ഞങ്ങളൊക്കെ പറയായിരുന്നു, ഇവളെ കൊണ്ട് എന്തിനുള്ള കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ആകപ്പാടെ മെലിഞ്ഞൊക്കെ ഇരിക്കുന്ന ഒരു കൊച്ചാണ്. കല്യാണമൊക്കെ കഴിച്ചു പോയിട്ട് ഒരു കുടുംബം എങ്ങനെ നോക്കാനാന്നൊക്കെ വിചാരിക്കും. പക്ഷെ വളരെ ഭംഗിയായി, വളരെ നന്നായിട്ട് ആ കുടുംബം കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്താ കാരണം? ആ ഒരു ബോധ്യമാണ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. പ്രിയമുള്ള ഈ രാത്രിയിൽ കർത്താവിൻ്റെ ആ ഒരു സാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈശോ അടുക്കിലേക്ക് വരുന്ന ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം, അതൊരു പക്ഷേ നമ്മളോട് പറഞ്ഞതുപോലെ ഒരു ശൂന്യതയുടെ അനുഭവമാണ്. ഈശോയുടെ കൂടെ 3 വർഷം നടന്ന് ഈശോയുടെ കൂടെ ഭരിക്കാമെന്നൊക്കെ വിചാരിച്ച് ഒത്തിരി വ്യാമോഹത്തോടെ നടന്ന ശിഷ്യന്മാർ അവസാനം ഈശോ മരിച്ച് ഉയർത്തെന്നൊക്കെ അറിഞ്ഞതാണ്. എന്നാൽ പോലും ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് വിചാരിച്ചിട്ട് ഒരിക്കല് ഉപേക്ഷിച്ച് കളഞ്ഞ വള്ളവും വലയും എല്ലാം വീണ്ടും എടുത്തുകൊണ്ട് പഴയ പണിക്കിറങ്ങുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആരാ? ശമയോൻ പത്രോസും കൂട്ടരും ഒക്കെ. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്, രാത്രി മുഴുവനും അധ്വാനിച്ച് ഒന്നും കിട്ടാതെ വിഷമിച്ചിരുന്നപ്പോ ആഴത്തിലേക്ക് നീക്കി വലയിറക്കാൻ പറഞ്ഞ ഈശോയുടെ നിർദ്ദേശമനുസരിച്ച് വലയിറക്കിയപ്പോൾ അന്ന് വരെ അവരുടെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ലാത്ത അത്രയും വലിയൊരു മീൻപിടുത്തമുണ്ടായി. എല്ലാവരും അന്താളിച്ച് വിസ്മയിച്ചു പോയെന്നാ തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നത്. ഈശോ പറഞ്ഞു, നിങ്ങൾ വാ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. അവിടെ വെച്ച് വള്ളവും വലയും എല്ലാം ഉപേക്ഷിച്ച് ഈശോയുടെ പിന്നാലെ ഇറങ്ങി പുറപ്പെട്ടവര് അന്ന് ഉപേക്ഷിച്ച വള്ളവും വലയും വീണ്ടും എടുത്തു. അവര് വിചാരിച്ചു, ഇനിയിപ്പോ എന്തോന്ന് ചെയ്യാനാ, ഈശോയുടെ പുറകെ നടന്നോണ്ട് ഒരു കാര്യമില്ല. 3 വർഷം നടന്നു, മുഴുവൻ പോയി, അവനെ കൊന്നു, ഉയർത്തെന്നൊക്കെ പറയുന്നു, ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരുമോ എന്നൊക്കെ അവരുടെ ചിന്തയായിരിക്കും കേട്ടോ. എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യമാണ്. അവരെ അങ്ങനെയൊക്കെ വിചാരിച്ചോന്ന് എനിക്കറിയത്തില്ല. ഒരു ശൂന്യതാ ബോധം. ശമയോൻ പത്രോസ് പറഞ്ഞ്, ഞാൻ മീൻ പിടിക്കാൻ പോവുക. ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞ, ശമയോൻ ചേട്ടാ ഞങ്ങളും വരിക, ഞങ്ങൾ പിന്നെ എന്തോന്ന് ചെയ്യാനാ. അവരും പോയി, എല്ലാവരും കൂടി ആഘോഷമായിട്ട് മീൻ പിടിക്കാൻ പോയി. വല്ലതും കിട്ടിയോ? 21-ാം അധ്യായത്തിൽ യോഹന്നാൻ 21:4 നമ്മൾ വായിക്കുന്നുണ്ട്, ഉഷസ്സായപ്പോൾ യേശു കടക്കരയിൽ വന്നു നിന്നു. എന്നാൽ അത് യേശുവാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. അവരുടെ ആ ശൂന്യതയുടെ ഒരാഴം മനസ്സിലാക്കിക്കൊണ്ടാ മതി. യേശു അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ
നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതും ഉണ്ടോ? ഇല്ല എന്നവര് ഉത്തരം പറഞ്ഞു. ഇത്രയും പറഞ്ഞിട്ട് അവർക്ക് ഈശോയെ മനസ്സിലായില്ല. ഈശോ ഈ സ്വന്തം ഇഷ്ടത്താലെ പ്രവർത്തിക്കാൻ പോയ പത്രോസിനെയും കൂട്ടരെയും വിട്ടുപേക്ഷിക്കാനായിട്ട് തയ്യാറായോ? എന്നാ പോയി ഒന്ന് പഠിച്ചിട്ട് വരട്ടെ, അവര് തന്നെ സ്വന്തം ബുദ്ധിക്ക് ഇറങ്ങി പുറപ്പെട്ടതല്ലേ, എന്നാ പോയി ഒന്ന് പഠിച്ചിട്ട് വരട്ടെ എന്നല്ലേ ഈശോ വിചാരിച്ചോ? ഈശോ അങ്ങനെയൊന്നും വിചാരിച്ചില്ല. ഈശോ പോയി പുറകെ. ശിഷ്യന്മാര് മീൻ പിടിക്കാൻ പോയതിന്റെ പുറകെ ഈശോയും പോയി. പക്ഷെ അവർക്ക് മനസ്സിലായില്ല ഈശോ കൂടെ ഉണ്ട് എന്നുള്ള കാര്യം. അവർക്ക് മനസ്സിലായില്ല. ഉഷസായപ്പോഴ് ഈ രാത്രിയിലെ അധ്വാനം എല്ലാം കഴിഞ്ഞ് അവര് കരയിലേക്ക് അടുത്ത് വരുമ്പോ ഈശോയെ കരയ്ക്ക് നിൽക്കുക. പക്ഷെ അവർക്ക് മനസ്സിലായില്ല. ആ കൂടെ ഈശോ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, കുഞ്ഞുങ്ങളെ വല്ലതും കിട്ടിയോ? പോയിട്ട് വല്ലതും കിട്ടിയോ? അത് ചോദിച്ചിട്ടും അവർക്കത് ഈശോയാണെന്ന് മനസ്സിലായില്ല. അവര് പറഞ്ഞു ഇല്ല. അപ്പൊ ഈശോ പറഞ്ഞു വള്ളത്തിന്റെ വലതുവശത്ത് വല വീശും. അങ്ങനെ വള്ളത്തിന്റെ വലതുവശത്ത് വല വീശാൻ പറഞ്ഞിട്ട് അവർക്ക് പിന്നെ മനസ്സിലായില്ല. പണ്ട് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായതാ. ആഴത്തിലേക്ക് നീക്കി വലയിറക്കാൻ പറഞ്ഞ് അന്ന് വലയിറക്കിയപ്പോൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതിരുന്ന മീൻപിടുത്തക്കാർക്ക് അന്നുവരെ ലഭിച്ചിട്ടില്ലാത്ത അത്രയും വലിയൊരു അനുഗ്രഹം കിട്ടിയതാ. എന്നിട്ടും അവർക്ക് മനസ്സിലായില്ല. അവര് പിന്നെയും വലയിറക്കാനായിട്ട് പോയി. അപ്പോ 21-ാം അധ്യായം 7-ാമത്തെ തിരുവചനം അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ല കേട്ടോ. 21-ാം അധ്യായം 7-ാമത്തെ തിരുവചനത്തില് അവിടെ പറയുന്നുണ്ട്, യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ ശമയോൻ പത്രോസിനോട് പറഞ്ഞു. ആരാ പറഞ്ഞത്? യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഒരു വലിയ സത്യം കിടപ്പുണ്ട് കേട്ടോ. ഇവിടെ ഒരു വലിയ സത്യം കിടപ്പുണ്ട്. നമ്മൾ അനേകം പ്രാവശ്യം കേൾക്കുന്ന ഒരു തിരുവചനമുണ്ട്, ദൈവം നിന്നെ സ്നേഹിക്കുന്നു, ദൈവ സ്നേഹമാണ്, ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ഇത്രയെല്ലാം എത്രയോ പ്രാവശ്യം കേട്ട് കഴിഞ്ഞാലും അറിയാം, നമ്മുടെ മുൻ പരിശുദ്ധ പിതാവ്, നമ്മുടെ ഇപ്പൊ പാപ്പ എമിരേറ്റസ് ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ, അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചാക്രിക ലേഖനം ഏതാ? ദൈവം സ്നേഹമാകുന്നുവെന്നാണ്. എല്ലാവരുടെയും മുഖം പാടി. ചാക്രിക ലേഖനത്തിന്റെ വിഷയം പറഞ്ഞപ്പോഴാട്ടോ, അല്ലെ ഇവിടെ ഇരിക്കുന്നവരുടെ മുഖമല്ല, ചാക്രിക ലേഖനത്തിന്റെ വിഷയം കേട്ടപ്പോ എല്ലാവരുടെയും മുഖം പാടി. അവരൊക്കെ വിചാരിച്ച് പണ്ഡിതനായ മാർപ്പാപ്പ ഏതോ വലിയ വിഷയത്തെക്കുറിച്ച് ചാക്രിക ലേഖനം എഴുതുമെന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാ മാർപ്പാപ്പ ഒരു പഴഞ്ചൻ വിഷയമായിട്ട് വരുന്നത്. ഏതാ പഴഞ്ചൻ വിഷയം? ദൈവം സ്നേഹമാകുന്നു. എത്രയോ പ്രാവശ്യം കേട്ട് തഴമ്പിയ പഴകിച്ച ഒരു കാര്യം, ദൈവ സ്നേഹമാകുന്നു. ചിലർ നേരെ ചോദിച്ചു മാർപ്പാപ്പയോട്, മാർപ്പാപ്പ എന്തേ ഇങ്ങനൊരു വിഷയം എടുത്തത്? മാർപ്പാപ്പയ്ക്ക് അതിന് വ്യക്തമായ ഉത്തരം ഉണ്ടായിരുന്നു. മാർപ്പാപ്പ പറഞ്ഞു, ഇന്നത്തെ ലോകത്തിന് ഈ യുദ്ധങ്ങളും ഭീകര പ്രവർത്തനങ്ങളും അഴിമതികളും ഈ ക്രൂരതകളും എല്ലാം വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ലോകത്തിന് ഏറ്റവും പ്രസക്തമായ, ഏറ്റവും ആവശ്യമായ സന്ദേശമായത് എന്തോന്നാ? ദൈവം സ്നേഹമാകുന്നു. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു. 1 യോഹന്നാൻ 4:16. അതാണ് ആ ചാക്രികലേഖനത്തിന്റെ വിഷയമായിട്ട് മാർപ്പാപ്പ എടുത്തത്. ദൈവത്തിൽ വസിക്കുന്നവൻ, സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു. ഇവിടെ യോഹന്നാൻ തിരിച്ചറിയുകയാ. യോഹന്നാൻ പേര് പറയുന്നില്ല, അത് ഒരുപക്ഷെ ഇനിയൊരു തന്നെ കുറിച്ച് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോന്നായിരിക്കും മറ്റുള്ളവർ വിചാരിക്കുക എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. യോഹന്നാൻ പറഞ്ഞു, യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ. ബാക്കിയുള്ളവരെ ഈശോ സ്നേഹിച്ചിട്ടില്ലേ? ബാക്കിയുള്ളവരെ ഈശോ സ്നേഹിച്ചിട്ടില്ലേ? പലരുടെയും വിചാരം അങ്ങനെയാണല്ലോ, എന്നെ സ്നേഹിക്കുന്നില്ല. പല കുടുംബങ്ങളിലുള്ള പ്രശ്നമാണ്, പല മക്കൾക്കും പ്രശ്നമാണ്. പപ്പായ്ക്ക് എന്നോട് സ്നേഹമില്ല, ചേട്ടായിയോടെ ഇഷ്ടം, അല്ലെങ്കിൽ അനിയത്തിയോടെ ഇഷ്ടം, എന്നോട് ഇഷ്ടമില്ല, അവനോടെ ഇഷ്ടം, അവളോടെ ഇഷ്ടം. പ്രശ്നം പിന്നെ എന്തെല്ലാം പ്രശ്നങ്ങളോ അതിന്റെ പേരിൽ ഉണ്ടാകുന്നത്. ഇത് ഇന്നലെ തുടങ്ങിയതല്ല കേട്ടോ, പണ്ട് തുടങ്ങിയതാ. പണ്ട് എന്നാ ഉൽപ്പത്തി പുസ്തകം 37-ാമത്തെ അധ്യായത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഈ ഒരു സൗന്ദര്യപ്പണക്കം നമുക്ക് കാണാൻ സാധിക്കും. പൂർവ്വപിതാവായ ജോസഫിനോട് യാക്കോബിനൊരു പ്രത്യേക സ്നേഹം ഉണ്ടായിരുന്നുവെന്നാണ് ചേട്ടന്മാരുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നു ഇല്ലയോ? എന്താ കാരണം? യാക്കോബിന്റെ വാർദ്ധക്യത്തിലുണ്ടായ പുത്രനാ ജോസഫ്. അതുകൊണ്ട് ഒരു പ്രത്യേക വാത്സല്യമൊക്കെ ജോസഫിനോട് ഉണ്ടായിരുന്നു. ഇനി ജോസഫ് ആകട്ടെ അതുണ്ട് എന്ന് സ്ഥാപിച്ചെടുത്ത് ഈ ചേട്ടന്മാരുടെയൊക്കെ അടുത്ത് ഇങ്ങനെ വലിയ വാചകമൊക്കെ അടിക്കും. അപ്പനോട് എന്നോടാ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞു. അപ്പനിടയ്ക്ക് നല്ലൊരു ഉടുപ്പൊക്കെ മേടിച്ചു കൊടുത്തു കഴിയുമ്പം ചേട്ടന്മാരെ കൊണ്ടേ കണ്ടോ എൻ്റെ ഉടുപ്പെന്നൊക്കെ പറഞ്ഞു. അത് കാണുമ്പോഴേക്കും
ചേട്ടന്മാരുടെ കരി അങ്ങോട്ട് കയറും. അങ്ങനെ നോക്കിയിരുന്നപ്പോഴാണ് ഒരു ദിവസം ചേട്ടന്മാർക്ക് അവസരം കിട്ടി. പിന്നെ യോസഫിന്റെ കാര്യമൊക്കെ നമുക്കറിയാം എന്താ സംഭവിച്ചെന്ന്. അപ്പൊ അന്ന് തുടങ്ങിയ പ്രശ്ന, അവനോടാ ഇഷ്ടം, അപ്പൻ അവനോടാ ഇഷ്ടം, അവനെ വെച്ച് പൊറുപ്പിക്കുന്ന കാര്യമില്ലെന്നാ ചേട്ടന്മാരെല്ലാം കൂടെ തീരുമാനിച്ചത്. ആ ഒരു ശത്രുതയാണ്, വൈരാഗ്യം, അത് വന്നിട്ടാണ് അവസാനം ജോസഫിനെയൊക്കെ വിൽക്കാനിടയായത്. ഇത് നമ്മൾ പലരുടെയൊക്കെ കുടുംബങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, അല്ലയോ? പല കുടുംബങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. എന്തേ പ്രശ്നം? എന്തേ പ്രശ്നം? സ്നേഹിക്കുന്നില്ലാഞ്ഞിട്ടാണോ? സ്നേഹിക്കുന്നില്ലാഞ്ഞിട്ടല്ല, എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നൊരു ബോധ്യം എനിക്കില്ലാത്തത് കൊണ്ടാണ്. ഞാൻ ഹയർ സെക്കൻഡറിയുടെ പ്രിൻസിപ്പളായിട്ടൊക്കെ ജോലി ചെയ്തിരുന്ന അവസരത്തിൽ അവിടെ ഒരിക്കലും പ്രോഗ്രസ് റിപ്പോർട്ട് ഒപ്പിടാനായിട്ടൊരു പപ്പ വന്നു. പപ്പ വന്നു കഴിഞ്ഞപ്പം അദ്ദേഹത്തിൻ്റെ മോള് മാർക്ക് വളരെ കുറവാണ്. കാര്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇവിടെ പഠിക്കുന്നില്ല. പഠിക്കാത്തതിൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പം അവൾ പറയണം, പപ്പായ്ക്ക് എന്നോട് ഇഷ്ടമില്ലല്ലോ, പപ്പായ്ക്ക് അവളോടല്ലേ ഇഷ്ടം. ആരനിയത്തോട്? പപ്പായ്ക്ക് അവളോടല്ലേ ഇഷ്ടം, എന്നോട് ഇഷ്ടമില്ലല്ലോ, പിന്നെ ഞാനെന്തിനാ പഠിക്കുന്നത്? ആ പപ്പ എൻ്റെ മുന്നിൽ നിന്ന് അക്ഷരാർത്ഥത്തിൽ കരഞ്ഞു എന്നുള്ളതാണ് സത്യം. ഇത് എന്നോട് അച്ഛൻ കേട്ടോ ഇവള് പറയുന്നത്? അച്ഛൻ, ഞാൻ ഇനി ഇവളെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്? ഞാൻ എന്തുമാത്രം അവളെ സ്നേഹിക്കുന്നുണ്ട്, എന്തുമാത്രം കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ മുന്നിൽ നിന്ന് അദ്ദേഹം കരയുക ചെയ്തു. സ്നേഹം ഉണ്ടെങ്കിലും അത് സ്നേഹം അനുഭവിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. ഇവിടെ യോഹന്നാന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു കൃപ, ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് യേശു തന്നെ സ്നേഹിക്കുന്നു എന്നൊരു ബോധ്യം അത് യോഹന്നാൻ ഉണ്ടായി. ആ ഒരു ബോധ്യത്തെ ഓർത്തൊന്ന് സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കരിസ്മാറ്റിക് നവീകരണത്തിന്റെ ഏറ്റവും വലിയൊരു സവിശേഷത എന്താന്ന് പറയാം? ഇപ്പൊ പലരും അതൊക്കെ മറന്നുപോയി. ഇപ്പൊ കരിസ്മാറ്റിക് നവീകരണത്തിന്റെ കാര്യമൊക്കെ മറന്നുപോയി. ഞാനായിട്ട് വന്ന് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ചില്ലെങ്കിൽ പിന്നെ പ്രശ്നമല്ലേ? ഞാനിപ്പോൾ കരിസ്മാറ്റിക്കിന്റെ ഒരു നാഷണൽ ചെയർമാനായിട്ടും കൂടി ശുശ്രൂഷ ചെയ്യുമ്പോൾ ഈ കരിസ്മാറ്റിക്കിനെ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ചില്ലെങ്കിൽ പറ്റത്തില്ലല്ലോ. എന്തോന്നാ ഈ കരിസ്മാറ്റിക്കിന്റെ ഏറ്റവും വലിയൊരു സവിശേഷത? കരിസ്മാറ്റിക് നവീകരണത്തിന്റെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത് ഈ ഒരു ആഴമായ ദൈവ സ്നേഹ അനുഭവമാണ്. എന്നെ എൻ്റെ ദൈവം സ്നേഹിക്കുന്നുവെന്നുള്ളൊരു ബോധ്യം. അത് ആദ്യത്തെ കരിസ്മാറ്റിക് നവീകരണ അനുഭവം 1967 ഡുക്കെയിൻ സർവകലാശാലയിൽ നടന്ന ആദ്യത്തെ പ്രാർത്ഥനാ യോഗത്തില് അവര് രാത്രി മുഴുവനും ഈ ഈശോയുടെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് വി ലവ് യു ജീസസ്, വി അഡോർ യു ജീസസ് എന്നൊക്കെ പറഞ്ഞ് ഈശോയോടുള്ള സ്നേഹം ആവർത്തിച്ച് പറഞ്ഞ് ഈശോയെ സ്തുതിച്ചപ്പോൾ അവര് പറയുന്നത് അവർക്കുണ്ടായ ആദ്യത്തെ അനുഭവം അന്ന് വരെ ഇല്ലാത്ത ആഴമായൊരു ദൈവസ്നേഹ അനുഭവമാണ്. എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള ആ ഒരു ബോധ്യം അതവരുടെ മനസ്സിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിച്ചു. അവിടുന്ന് കരിസ്മാറ്റിക് നവീകരണത്തിന്റെ ആരംഭം. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് കാണുന്ന സകല സ്തുതിപ്പുകളുടെയും, ഇന്ന് കാണുന്ന ഈ പ്രാർത്ഥനകളുടെ എല്ലാം ആരംഭം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ ഒരാഴമായ അനുഭവം അത് എൻ്റെ ജീവിതത്തിലുണ്ടായി. അല്ലെങ്കിൽ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടെന്ന് 29 പേരില് ഈ ഒരു സ്നേഹത്തിന്റെ ആഴപ്പെടല് അത് കടന്നു വന്നതുകൊണ്ടാ ഈ ഒരു സ്നേഹം അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടതാ. തുടർന്നുണ്ടായ പ്രാർത്ഥനാ കൂട്ടായ്മകളും ഇന്ന് നമ്മൾ കാണുന്ന കരിസ്മാറ്റിക് നവീകരണ അനുഭവങ്ങളെല്ലാം. അതുകൊണ്ട് കരിസ്മാറ്റിക് നവീകരണത്തിന്റെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത് ഞാൻ പറയും ഈശോയെ നമ്മുടെ അടുക്കിലേക്ക് കൊണ്ടുവന്നു എന്നാണ്. ഈശോയെ നമ്മുടെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തില് ഈശോ ശിഷ്യന്മാരോട് പറയുന്ന ഒരു വാക്യമുണ്ടല്ലോ. ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങളെ ദാസന്മാരെന്നല്ല വിളിക്കുന്നത്, പിന്നെ എന്തോന്നാ? സ്നേഹിതരെന്ന വിളിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിതരെന്ന വിളിക്കുന്നു. ആരാ സ്നേഹിതൻ? അടുത്തു വരുന്നവനാണല്ലേ, അടുത്തു വരുന്നവൻ, എല്ലാം അറിയാവുന്നവരാണ്. അപ്പൊ ഈശോ സ്നേഹിതനാക്കി സ്നേഹിക്കുന്ന ആ ഒരു അനുഭവത്തിലേക്ക്, അങ്ങനെ ഈശോ നമ്മുടെ അടുക്കിലേക്ക് വന്ന് നമ്മളെ സ്വന്തമാക്കി. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 1-ാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ടല്ലോ, ഈശോ ലോകത്തില് തനിക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നവരെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. അറിയാവോ? നമുക്ക് ഓർക്കുന്നുണ്ടോ? നമുക്ക് പെസഹ ദിവസം പള്ളി വായിച്ച് കേൾക്കുന്നുണ്ടല്ലയോ? ഇത് പെസഹയുടെ ദിവസം പള്ളി വായിച്ച് കേൾക്കാനുള്ളത് മാത്രമാണോ?
ഒന്നുമല്ല. ലോകത്തില് തനിക്ക് സ്വന്തമായി ഉണ്ടായിരുന്നവരെ ഈശോ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. ഈ ഒരു സ്നേഹത്തിന്റെ ആഴമായ ഒരു അനുഭവം ഇത് സ്വന്തമാക്കുവാനായിട്ട്, അതാണ് കരിസ്മാറ്റിക് നവീകരണത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. അതിനകത്തുനിന്ന് സന്തോഷമായിട്ട് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ ഇത് തിരിച്ചറിഞ്ഞ വ്യക്തിയാണ് യോഹന്നാൻ. അതുകൊണ്ടാണ് യോഹന്നാൻ തന്നെ തന്നെ വിശേഷിപ്പിച്ചത് യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ. അത് പൊങ്ങച്ചം പറയാൻ വേണ്ടിയിട്ടാണോ? ആത്മപ്രശംസ നടത്താൻ വേണ്ടിയിട്ടാണോ? ഒന്നുമല്ല. ഒരുപക്ഷെ നമുക്കെല്ലാം വലിയൊരു അനുഭവം തരാൻ വേണ്ടിയിട്ടാ. ഈശോ എന്നെ സ്നേഹിക്കുന്നു, ഈശോ എന്നെയും സ്നേഹിക്കുന്നു. ലോകത്തിൽ ആരെയെല്ലാം ഈശോ സ്നേഹിച്ചാലും എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നൊരു ചിന്ത അവനവനില്ല എങ്കിൽ വല്ല കാര്യമുണ്ടോ? ഒന്നുമില്ല. അതുകൊണ്ട് ഈ യോഹന്നാനുണ്ടായ ആ ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് കടന്നു വരുന്നത് നല്ലതാണ്. എന്നിട്ട് എന്താ അവിടെ കാണുന്നത്? യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, അത് കർത്താവാണ്. ആ പത്രോസേട്ടാ, അത് കർത്താവാ. ആഹാ, എന്ത് സന്തോഷമായിരിക്കോ കർത്താവിനെ കണ്ടപ്പോ, എന്ത് സന്തോഷമായി. അത് കർത്താവാണെന്ന് കേട്ടപ്പോ പിന്നെ ശമയോൻ പത്രോസ് ഒന്നും നോക്കിയിൽ എടുത്തിയാടി വള്ളത്തിലേക്ക്. ശമയോൻ പണ്ടൊരു എടുത്തിയാട്ടക്കാരനാണ്, അങ്ങനെയാണല്ലോ. പലപ്പോഴും ചാടിച്ചാടിയൊക്കെ പറയുന്നുണ്ട്, ഓരോ ഉത്തരവൊക്കെ പറയുന്നുണ്ട്, തള്ളി പറയുന്നുണ്ട്, അല്ല ഏതിനും മുന്നിലുണ്ട് ശമയോൻ. ഇവിടെ എടുത്തിയാടി, കർത്താവാണെന്ന് കേട്ടപ്പോ എടുത്തു ചാടി. പിന്നെ നമുക്കറിയാം, പിന്നെ ശമയോൻ പത്രോസിന്റെ ജീവിതത്തില് പുറകോട്ട് തിരിഞ്ഞു നോക്കേണ്ട കാര്യം വന്നില്ല. അപ്പൊ അത് കർത്താവാണെന്ന് തിരിച്ചറിഞ്ഞ്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കേട്ടോ. ഈശോ കർത്താവാണെന്ന് തിരിച്ചറിയാൻ, ഈശോയാണ് എൻ്റെ ജീവിതത്തിന്റെ നാഥൻ എന്നുള്ള തിരിച്ചറിവ്, ആ ഒരു തിരിച്ചറിവാണ് ഈ വെള്ളത്തിലേക്ക് എടുത്തു ചാടാൻ പത്രോസിനെ പ്രേരിപ്പിച്ചത്. ഈശോ കർത്താവാണ്. നമ്മുടെ സഭയുടെ വിശ്വാസത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യം അങ്ങനെയാണല്ലോ. സഭ ജന്മമെടുത്തത് തന്നെ ആ ഒരു പഠനത്തിൽ നിന്നാണ്. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 36-ാമത്തെ തിരുവചനത്തില് ആദ്യത്തെ ധ്യാന പ്രസംഗം അവസാനിപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആദ്യത്തെ ധ്യാന പ്രസംഗം അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 14 മുതൽ 36 വരെയുള്ള തിരുവചനങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. 36-ാമത്തെ തിരുവചനത്തില് പത്രോസ് പറഞ്ഞു നിർത്തിയത്, നിങ്ങൾ കുരിശി തറച്ചു കൊന്ന അതേ യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമായി ഉയർത്തിയെന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ഇസ്രായേൽ ജനം മുഴുവനും അറിയട്ടെ. ആരെ ഭയന്ന് ഒളിച്ചിരുന്നോ അവരുടെ മുന്നിലേക്ക് ഇറങ്ങി വന്നിട്ടാ ശമയോൻ പത്രോസ് പ്രസംഗിച്ചത്, നിങ്ങൾ കുരിശി തറച്ചു കൊന്ന അതേ യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമായി ഉയർത്തിയെന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ഇസ്രായേൽ ജനം മുഴുവനും അറിയട്ടെ. തുടർന്ന് നമ്മൾ കാണുന്നുണ്ട്, ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും കൂട്ടരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അപ്പൊ ഈശോ കർത്താവാണ്, ഈശോ ക്രിസ്തുവാണെന്നുള്ളൊരു വെളിപ്പെടുത്തല് പരിശുദ്ധാത്മ നിറവില്, നമുക്കറിയാം പന്തക്കോസ്താ തിരുനാളില് പരിശുദ്ധാത്മ നിറവില പത്രോസ് പ്രസംഗിച്ചത്. വെറുതെ പ്രസംഗിച്ചിട്ട് കാര്യമില്ല കേട്ടോ, പരിശുദ്ധാത്മ നിറവിൽ പ്രസംഗിച്ചപ്പോ അവർക്ക് അനുതാപമുണ്ടായി. അവരുടെ ഹൃദയങ്ങൾ തുറന്നു, അവരുടെ ഹൃദയങ്ങൾ മുറിഞ്ഞു, ഹൃദയം തകർന്നു. അവർ ചോദിച്ചു, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ശമയോൻ പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും വിദൂരസ്ഥർക്കും ദൈവമായ കർത്താവ് തന്റെ അടുക്കിലേക്ക് വിളിക്കുന്ന സകലർക്കും ആരെല്ലാം ദൈവം തന്റെ അടുക്കിലേക്ക് വിളിക്കുന്നു അവർക്കെല്ലാവർക്കും ഈ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുന്ന കാലഘട്ടത്തിന് സാക്ഷ്യം വഹിക്കുന്നവരാ നമ്മള്. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എല്ലാ കരങ്ങളും ഉയർന്നില്ല, എല്ലാ കരങ്ങളും ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. പരിശുദ്ധാത്മ നിറവോടെ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. തുടർന്ന് 9-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, കരയ്ക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. വിഷമിച്ച് വരികയല്ലേ, മീൻപിടുത്തമൊക്കെ കഴിഞ്ഞ്
വിഷമിച്ച് വരികയല്ലേ. വന്നു കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ നേരമുണ്ടോ? വന്നു കഴിഞ്ഞിട്ട് ഭക്ഷണമൊന്നും ഉണ്ടാക്കി കഴിക്കാൻ നേരമില്ല. അതുകൊണ്ട് കർത്താവ് എല്ലാം സജ്ജമാക്കി വെച്ചിരിക്കുക. തീയൊക്കെ കൂട്ടി മീനുമൊക്കെ ചുട്ട് അപ്പമൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുക. പ്രിയമുള്ളവർ, എന്തോ ഒരു പരിപാലനയത്, എന്തോ ഒരു പരിപാലനയത്. കർത്താവിനെ ഉപേക്ഷിച്ച് സ്വന്തം വഴിക്ക് പോയി തങ്ങളുടെ കഴിവിനനുസരിച്ച് പരിശ്രമിച്ച് ഒന്നും കിട്ടാതെ കഷ്ടപ്പെട്ട് പരാജയപ്പെട്ട് തിരിച്ചു വരുന്നവനോട് ഒരു വാക്കുപോലും പിണങ്ങിപ്പറയാതെ ശാസിക്കാതെ അവർക്ക് വേണ്ടി പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന ഈശോയുടെ ആ സ്നേഹമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരും. നിങ്ങൾ മീൻ പിടിക്കാൻ പോയാലും, എന്നെ ഉപേക്ഷിച്ച് മീൻ പിടിക്കാൻ പോയാലും ഞാൻ ദേ നിങ്ങളുടെ കൂടെ വരും. ഞാൻ നിങ്ങളെ വെറുതെ വിടുകയില്ല. പ്രിയമുള്ളവരെ, നമുക്ക് വിശ്വസിക്കാൻ സാധിക്കട്ടെ, നമ്മൾ ആരും അനാഥരല്ല. നമ്മൾ ആരും അനാഥരല്ല. സങ്കീർത്തനം 27:10 നമ്മൾ വായിക്കുന്നുണ്ട്, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും എൻ്റെ കർത്താവ് എന്നെ കൈക്കൊള്ളും. എൻ്റെ അപ്പനും അമ്മ എന്നെ ഉപേക്ഷിച്ചാലും, ആരെല്ലാം എന്നെ ഉപേക്ഷിച്ചാലും, ഏതെല്ലാം പരാജയങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായാലും എൻ്റെ കർത്താവ് എന്നെ കൈക്കൊള്ളും. ബൈബിളില് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നുള്ള ആ ഒരു തിരുവചനം 365 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്നാണ്. 365 പ്രാവശ്യം. ഈ 365ന്റെ പ്രത്യേകത എന്തോന്നാണ്? 365ന്റെ പ്രത്യേകത, ഒരു വർഷത്തില് 365 ദിവസങ്ങളുണ്ട്. അതിൻ്റെ അർത്ഥം എന്തോന്നാ? എങ്ങനെ 365 പ്രാവശ്യം വന്നത്? ജനുവരി മാസം 1-ാം തീയതി കർത്താവ് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ജനുവരി മാസം 2-ാം തീയതി പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. മെയ് മാസം 31-ാം തീയതിയും പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഡിസംബർ മാസം 31-ാം തീയതിയും പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. അപ്പൊ എത്ര ദിവസമായി? 365. അപ്പൊ എത്ര പ്രാവശ്യമായി? 365. ഞാൻ എനിക്ക് കുട്ടികൾക്ക് ധ്യാനം നടത്തിക്കൊണ്ടിരുന്നപ്പം ഞാൻ കുട്ടികളോട് പറഞ്ഞു, 365 ദിവസവും കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. അപ്പോൾ ഒരു കൊച്ചുമിടുക്കിന് എഴുന്നേറ്റിട്ട് പറഞ്ഞാ, ഒരു വർഷത്തിൽ 365 അല്ല, 365 ദിവസം ഉണ്ടെന്ന് പറഞ്ഞു. ശരിയല്ലേ? ഒരു വർഷത്തിൽ എത്ര ദിവസമുണ്ട്? 365 ആണോ? 365 ദിവസമുണ്ട്. ഞാൻ പറഞ്ഞാടാ കൊച്ചനെ, ഈ കാലാ പ്രശ്നം എന്ന് പറഞ്ഞു. ഈ 1/4 ദിവസമാണ് പ്രശ്നം. 365 ദിവസവും ദൈവത്തിന്റെ പരിപാലന അനുഭവിച്ച് ജീവിച്ചിട്ട് ഒരു 1/4 ദിവസം ദൈവം നമുക്ക് വേണ്ടി ഒന്ന് തന്നിരിക്കുക. ദൈവം നമുക്ക് വേണ്ടി ഒന്ന് തന്നിരിക്കുക. അപ്പോഴാണ് നമ്മുടെ സകല പ്രശ്നങ്ങളും വരുന്നത്. അപ്പോഴാണ് നമ്മുടെ സകല ബുദ്ധിമുട്ടുകളും സകല ക്ലേശങ്ങളും സകല നിരാശയും സകല തകർച്ചകളെല്ലാം വരുന്നത്. എപ്പോഴാ? ഈ ഒരു 1/4 ദിവസം നമുക്ക് വേണ്ടി തന്നിരിക്കുമ്പോൾ. 365 ദിവസവും നമ്മുടെ കൂടെ നടന്ന്, ഇല്ലേ, കരങ്ങളിൽ എന്നതുപോലെ സംവഹിച്ച് ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുന്നുണ്ടല്ലോ. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ 5-ാമത്തെ തിരുവചനത്തിൽ ദൈവം മോശയോട് പറയുന്നൊരു കാര്യമുണ്ട്. കഴുകന്റെ ചിറകുകളിൽ എന്നതുപോലെ നിങ്ങളെ സംരക്ഷിച്ചു കൊണ്ടുവന്നത് നിങ്ങൾ നേരിട്ട് അനുഭവിച്ചറിഞ്ഞതാ. അത് ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് ദൈവം മോചിപ്പിച്ചു കൊണ്ടുവന്നതിന്റെ കാര്യം പറയുക. അപ്പൊ കഴുകന്റെ ചിറകുകളിൽ എന്നതുപോലെ സുരക്ഷിതരായി ഈ നാളുകൾ മുഴുവനും 365 ദിവസവും ദൈവം പരിപാലിച്ച് സംരക്ഷിച്ചു കൊണ്ടുവന്നിട്ട് ഒരു 1/4 ദിവസം നമുക്ക് വേണ്ടി വിട്ടു തന്നപ്പോൾ ഈ എന്തെല്ലാം പ്രശ്നങ്ങളാണോ നിരാശയായി, തകർച്ചയായി, അവസാനം ദേ കിടക്കുന്ന ആത്മഹത്യ വരെ എത്തി. ആത്മഹത്യ വരെ എത്തി. ഒരു നിസ്സാര പ്രശ്നം മതി. പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആരെല്ലാം ഉപേക്ഷിച്ചാലും ഇവിടെ പ്രാതലൊരുക്കുന്ന കാത്തിരിക്കുന്ന പൊന്നു തമ്പുരാൻ തന്നെ ഉപേക്ഷിച്ചു പോയവരുടെ തിരിച്ചു വരുമ്പോൾ അവർക്ക് വേണ്ടി പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന ആ ദൈവത്തിന്റെ സ്നേഹം ഒന്ന് ഓർത്തു നോക്കിയേ. നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കിക്കേ. എത്രയോ പ്രാവശ്യം നമ്മളത് അനുഭവിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മൾ അറിയാതെ എത്രയോ പ്രാവശ്യം ഈ ഒരു കാത്തിരിപ്പ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്
എത്രയോ മനോഹരമായിട്ട്. ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയാം. അത് വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാടിൽ എടുക്കാൻ പറ്റുന്നവർ എടുത്താൽ മതി കേട്ടോ, എനിക്ക് പരാതിയൊന്നുമില്ല. ഞാൻ ഇന്നിപ്പം ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇവിടെ പേരാമ്പ്രയൊക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കര മഴയാണ്, ഭയങ്കര മഴ. അപ്പം ഞാൻ വിചാരിച്ച് ഇനിയിപ്പോൾ ഞാൻ കടിയങ്ങാട് വന്ന് ബസ്സിന് ഇറങ്ങി പിന്നെ അവിടുന്ന് ഇവർ വണ്ടിയും കൊണ്ട് വരികയാണ് ചെയ്തത്. അപ്പം കടിയങ്ങാട് എന്ന് ബസ്സിന് ഇറങ്ങിക്കഴിയുമ്പോൾ മഴയാണെങ്കിൽ എന്നാ ചെയ്യും, അവിടെ പെട്ടെന്ന് ഓടിക്കയറി നിൽക്കാൻ സ്ഥലമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ അങ്ങ് ചിന്തിച്ചു. അപ്പം ഞാൻ ചുമ്മാ ഇരുന്ന് പ്രാർത്ഥിച്ചു, വേറെ പണിയൊന്നുമില്ല, അതുകൊണ്ട് ഇന്ന് പ്രാർത്ഥിച്ച് കർത്താവേ ആ കടിയങ്ങാട് ഇറങ്ങുമ്പോൾ 2 മിനിറ്റ് നേരത്തേക്ക് ആ മഴയൊന്ന് മാറ്റി തരികയാണെങ്കിൽ വലിയ സന്തോഷം. ഒത്തിരി ഒന്നും വേണ്ട, 2 മിനിറ്റ്. കാരണം ഒന്ന് ഇറങ്ങി അപ്പോൾ ഇവിടുന്ന് വന്നിരിക്കുന്ന ആളൊന്ന് കണ്ടുപിടിച്ച് വണ്ടി കയറുന്ന സമയം മതി, 2 മിനിറ്റ്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കടിയങ്ങാടിനൊരു കുറച്ചപ്പുറത്ത് വന്നപ്പോൾ ദേണ്ട മഴയില്ല. പേരാമ്പ്രയിൽ നിന്ന് പോരുമ്പോൾ നല്ല മഴയാണ്, കോരിച്ചൊരിയുന്ന മഴയാണ്. ആ സമയത്ത് പേരാമ്പ്ര ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാം, ഏകദേശം ഒരു 3:30 മണി ആയപ്പോഴാണ്. 3:30 മണിക്ക് പേരാമ്പ്ര ഉള്ളവർക്കറിയാം മഴ ഉണ്ടായിരുന്നില്ലോ എന്നുള്ളത്. പക്ഷെ അത് കഴിഞ്ഞ് കടിയങ്ങാടിന് കുറച്ച് മുമ്പ് വന്നു കഴിഞ്ഞപ്പം ഒരു തുള്ളി മഴ പോലും ഇല്ല. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചോ, എനിക്ക് വേണ്ടി എൻ്റെ തമ്പുരാൻ കാത്തിരിക്കുക അവിടെ. നിസ്സാര കാര്യമാ. അപ്പോ ഞാൻ മഴ നനഞ്ഞ് ഓടി അവിടെ ബുദ്ധിമുട്ടുണ്ടാകാതെ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന എൻ്റെ പൊന്നു തമ്പുരാൻ. ഓർത്ത് നോക്കി, അങ്ങനെ എത്ര അവസരങ്ങളുണ്ട്. നമ്മളൊന്ന് ഓർത്ത് നോക്കി, എത്ര അവസരങ്ങൾ. നേരം കിട്ടുമ്പോൾ ഒന്ന് എണ്ണി നോക്കൂ കേട്ടോ, ഇതെല്ലാം ഒന്ന് എഴുതി വെക്കുന്നത് നല്ലതാണ്. സമയം കിട്ടുമ്പോൾ അടുത്ത നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പം കർത്താവിൻ്റെ ഈ ഒരു പരിപാലനയുടെ അനുഭവങ്ങൾ എത്രയോ പ്രാവശ്യം വളരെ നിസ്സാരമെന്ന് തോന്നാവുന്ന കാര്യങ്ങളിൽ പോലും കർത്താവ് ഇടപെട്ടുകൊണ്ട് നമ്മളെ നയിക്കുന്ന, പരിപാലിക്കുന്ന എത്രയോ അനുഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു നിമിഷം ഒന്ന് ഓർത്തു നോക്കിക്ക്, കർത്താവിൻ്റെ സന്നിധിയിലായിരുന്നുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം എന്നെ പരിപാലിച്ച നിമിഷങ്ങൾ, എനിക്ക് വേണ്ടി പ്രാതലൊരുക്കി കാത്തിരുന്ന നിമിഷങ്ങൾ, ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് വിഷമിച്ച് ചെന്ന് കഴിഞ്ഞപ്പോൾ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ആ കാര്യങ്ങൾ പരിഹരിച്ച് നൽകപ്പെട്ടിരിക്കുന്ന ഒരവസരം. ചുമ്മാ ഒന്ന് ഓർത്ത് നോക്കിക്കോ, ഒരു മിനിറ്റ്, ഒരു നിമിഷം ഇരുന്നുകൊണ്ട് അതെല്ലാം ഒന്ന് ഓർത്ത് ഇരു കരങ്ങളും ഉയർത്തി നമുക്കൊന്ന് ചേർന്നൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയർത്തി സ്തുതിക്കട്ടെ വലിയ സന്തോഷത്തോടെ. കർത്താവിൻ്റെ പരിപാലനയ്ക്ക് വേണ്ടി നാം വീണ്ടും നമ്മളെ വിട്ടുകൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള അവിടുത്തെ ഇടപെടലുകൾ നമ്മുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് കർത്താവ് നമ്മെ സംരക്ഷിക്കുന്ന ഓരോ നിമിഷത്തെ ഓർത്തുകൊണ്ട് സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഈശോയെ ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു, ഈശോ അങ്ങേ സന്നിധിയിലേക്ക് ഞങ്ങളെ സമ്പൂർണ്ണമായി വിട്ടുതരുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും നമ്മൾ 21-ാം അധ്യായം 13-ാമത്തെ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. യേശു വന്ന് അപ്പം എടുത്ത് അവർക്ക് കൊടുത്തു, അതുപോലെ തന്നെ മത്സ്യവും. ദാണ്ട വെച്ചിരിക്കുന്ന വേണേ കഴിച്ചോളാനാണ് ഈശോ പറഞ്ഞത്, ആണോ? അല്ല, ഈശോ തന്നെ അവർക്ക് അപ്പം എടുത്തു കൊടുത്തു, മീൻ വറുത്തതും എടുത്തു കൊടുത്തു. എന്താ സന്തോഷം നോക്കി, എന്താ സന്തോഷം. അതിന് തൊട്ടു മുമ്പുള്ള ഒരു തിരുവചനം അത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ല കേട്ടു. യേശു പറഞ്ഞു, വന്ന് പ്രാതൽ കഴിക്കുവിൻ. ശിഷ്യന്മാരിൽ ആരും അവനോട് നീ ആരാണ് എന്ന് ചോദിക്കാൻ മുതിർന്നില്ല, കാരണം അത് കർത്താവാണ് എന്നവര് അറിഞ്ഞിരുന്നു. അത് കർത്താവാണെന്നവര് അറിഞ്ഞിരുന്നു. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ അത് വരുമ്പോഴാണ് അവിടുത്തെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധ്യമായി തീരുക. എത്രയോ അനുഭവങ്ങൾ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന എത്രയോ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. ആ അനുഭവങ്ങളാണ് ഒരുപക്ഷെ അവിടുത്തെ തിരിച്ചറിയുവാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുക. നമ്മളൊക്കെ ഈശോയിൽ വിശ്വസിക്കുന്നവരാണ്, ഈശോയെ നമ്മുടെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ചിരിക്കുന്നവരാണ്. ഈ ഒരു അനുഭവത്തിൽ വളരാൻ സാധിക്കുക അത് ഏറ്റവും വലിയൊരു കൃപയാണ്. അത് എത്രയും നേരത്തെ സാധ്യമായി തീരുകയോ അത്രയും നല്ലതാണ്. ഞങ്ങൾ പണ്ട് കോളേജുകളിൽ ധ്യാനം നടത്താനായിട്ട് പോകാൻ 86, 87, 85, 86, 87 കാലഘട്ടത്തിൽ. അപ്പം അന്ന് ഒരിക്കലും ഒരു കോളേജിൽ ഒരു അധ്യാപകൻ, ഞങ്ങളുടെ കൂടെ ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രസംഗിച്ചപ്പോഴും അദ്ദേഹം ഇങ്ങനെ ഈ കുട്ടികളോട് പറഞ്ഞു, ഈ ഒരു ദൈവാനുഭവത്തിൽ
ഈ ഒരു ദൈവസ്നേഹ അനുഭവത്തിൽ വളരുവാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പം അതിൽ ഒന്ന് രണ്ട് മിടുക്കന്മാരൊക്കെ പറഞ്ഞത് സാറിൻ്റെയൊക്കെ പ്രായമാകുമ്പോൾ ഞങ്ങളും ഈ വഴിക്ക് വന്നേക്കാവെന്ന് പറഞ്ഞു. സാറിൻ്റെയൊക്കെ പ്രായമാകുമ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനെ അടിച്ചു പൊളിച്ച് ഒക്കെ അങ്ങ് നടക്കട്ടെ എന്നുള്ളതാണ്. ഏതാ പ്രായം? ഏത് പ്രായമാകുമ്പോഴേ വഴിക്ക് വരാൻ പറ്റുന്നത്? ഞാനൊരു സ്ഥലത്തൊരിക്കൽ വിശുദ്ധ കുർബാന കൊടുക്കാനായിട്ട് പോയി. ഇങ്ങനെ പ്രായമായിട്ടുള്ള മനുഷ്യർ വീട്ടിലുള്ളപ്പോൾ കുർബാന കൊണ്ടുപോയി കൊടുക്കുമല്ലോ, അതിനുവേണ്ടി പോയതാണ്. ചെറിയ കുന്നിൻ്റെ മുകളിലുള്ളൊരു വീടാണ്. അപ്പം താഴെ ചെന്നപ്പോൾ കേൾക്കാം മുകളിൽ നിന്ന് വിളിക്കുന്നു, അപ്പാ അപ്പോ അപ്പോ ആ അച്ഛൻ വന്നു, ആ അച്ഛൻ വന്നു, കുമ്പസാരിക്കണ്ടേ, ആ കുമ്പസാരിക്കണ്ടേ, അതിനൊക്കെ നേരമായോടാന്ന്. അതിനൊക്കെ നേരമായോ? നിന്നെയും കിടക്കുമല്ലയോ കാലം. അപ്പൊ എന്നാ ഇനി സഭാപ്രസംഗന്റെ പുസ്തകം 12-ാം അധ്യായം 1-ാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട്, ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് വിലപിക്കുന്ന ദുർദിനങ്ങളും മത്സരങ്ങളും ആഗമിക്കുന്നതിന് മുൻപ് നിന്റെ യൗവനത്തിൽ തന്നെ നിന്റെ സൃഷ്ടാവിനെ നീ കണ്ടെത്തുക. ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് വിലപിക്കുന്ന ദുർദിനങ്ങളും മത്സരങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടുണ്ടോ? കർത്താവിനോട് ചേർന്ന് ജീവിക്കുമ്പോൾ ഇവിടെ ഈ ഈശോ നമ്മുടെ മുമ്പിൽ എങ്ങനെയാ പ്രത്യക്ഷപ്പെടുന്നത് എന്നുള്ളത് വളരെ രസകരമായിട്ട് ഇവിടെ ചിത്രീകരിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതോടെ നോക്കിയ വചനം മാംസമായിട്ട് നല്ല ഉണ്ണീശോ, എന്ത് രസമാണ് കാണാനില്ലയോ? ഉണ്ണീശോ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇങ്ങനെ ഉണ്ണീശോയായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അങ്ങ് നടക്കുകയാണ് ചെയ്തത്. ഈ വചനം മാംസം ധരിച്ച് ഉണ്ണീശോ എവിടെ കയറി? ദാ കിടക്കുന്ന കുരിശേല്, ദാ കിടക്കുന്ന കുരിശേല്. അവിടെ കൊണ്ട് അവസാനിച്ചോ? അവിടെ കൊണ്ട് അവസാനിച്ചില്ല. ദാ കിടക്കുന്ന അവിടെ ഉത്ഥാനം ചെയ്ത് ഉയർത്ത് വന്നിരിക്കുക. എന്തിനാ? ഇന്നും നമ്മോടൊത്ത് ജീവിക്കാൻ, ഇന്നും നമ്മോടൊത്ത് ജീവിക്കാൻ. ഈ നമ്മോടൊത്ത് ജീവിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം അത് തിരിച്ചറിയണമെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു സ്നേഹ അനുഭവത്തിലൊന്ന് എളിമപ്പെട്ട് ഈ ഒരു കഷ്ടതകളിലൂടെ കടന്നുപോയി ഈ ഒരു ഉത്ഥാനത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് നമുക്ക് സാധ്യമായി തീരണം. റോമലേഖനത്തില് 5-ാം അധ്യായം 3, 4, 5 തിരുവചനങ്ങളില് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ, നമ്മുടെ കഷ്ടതകളിൽ നമുക്ക് അഭിമാനിക്കാം. എളുപ്പമുള്ള കാര്യമല്ലേ കഷ്ടതകൾ വരുമ്പോൾ അഭിമാനിക്കാവുന്നു. എന്തെന്നാൽ കഷ്ടതകൾ സഹനശീലം ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. എന്തെന്നാൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ലഭിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്തോന്നാ? പരിശുദ്ധാത്മാവിനെ ലഭിച്ചു കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്തോന്നാ? ചിലർ വിചാരിക്കും പരിശുദ്ധാത്മാവിനെ കിട്ടുമ്പോൾ വിറയ്ക്കും എന്നാണ്. വിറയ്ക്കുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് വിറപ്പിക്കുന്ന ആത്മാവല്ല, പിന്നെ എന്തോന്നാ? വിറ മാറ്റിക്കളയുന്ന ആത്മാവ്. ചിലർ വിചാരിക്കുന്ന പരിശുദ്ധാത്മാവ് വരുമ്പോൾ ബോധം കെടുന്നാണ്. ചിലരിങ്ങനെ ബോധം കെടുത്തുന്ന മറിഞ്ഞ് കൈ വീശുമ്പോൾ തന്നെ ബോധം. പരിശുദ്ധാത്മാവ് ബോധം കെടുത്തുന്ന ആത്മാവാണോ ബോധം വെപ്പിക്കുന്ന ആത്മാവാണോ? പരിശുദ്ധാത്മാവ് ബോധം കെടുത്തുന്ന ആത്മാവല്ല, ബോധം വെപ്പിക്കുന്ന ആത്മാവാണ്. പലയില് നല്ലൊരു അൽമായ പ്രഘോഷകനുണ്ടായിരുന്നു. നല്ലൊരു അൽമായ പ്രഘോഷകൻ. വലിയ വലിയ കൺവെൻഷനുകളൊക്കെ വരുന്നതിന് മുമ്പ് കേരളത്തിലെ ധാരാളം ഇടങ്ങളിൽ പോയി ബൈബിൾ കൺവെൻഷൻ നടത്തിയിരുന്ന ഒരു അൽമായ സഹോദരൻ. ഞാനും അദ്ദേഹത്തിൻ്റെ കൂടെ സഹായിക്കാൻ പോയിരുന്നു. 4 വർഷം ഞങ്ങൾ പോയിരുന്നു. അപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ശുശ്രൂഷകൻ നല്ല മിടുക്കൻ ശുശ്രൂഷകനാണ്. കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവന് പതുക്കെ ഒരു ചെറിയ ഭിന്നിപ്പൊക്കെ തോന്നി. അവസാനം വിട്ടുപോയി. എന്നെ കണ്ടപ്പോൾ, ഞങ്ങൾ വലിയ സുഹൃത്തുക്കളൊക്കെ ആയിരുന്നു. പിന്നീട് ഒരിക്കൽ എന്നെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ ഇതൊന്നും ശരിയല്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ 7 പേര് കൂടി ഒരു സഭ അങ്ങ് ഉണ്ടാക്കി എന്ന് പറഞ്ഞു.
അതുകൊണ്ട് ഇപ്പം നിലവിലുള്ളതൊന്നും ശരിയല്ല. അതുകൊണ്ട് ഞങ്ങൾ 7 പേര് കൂടി ഒരു സഭ അങ്ങോട്ട് ഉണ്ടാക്കി. പരിശുദ്ധാത്മാവ് ഭിന്നിപ്പിക്കുന്ന ആത്മാവാണോ? പരിശുദ്ധാത്മാവ് ഒന്നിപ്പിക്കുന്ന ആത്മാവാണ്. ആദ്യ പന്തക്കോസ്താ തിരുനാളിൽ നമ്മൾ കാണുന്നത് ഏകദേശം 17 സ്ഥലങ്ങളിൽ നിന്നുള്ളവരെല്ലാവരും തങ്ങളുടേതായിട്ടുള്ള ഭാഷകളിൽ കേൾക്കുന്ന ഒരേ ഒരു സന്ദേശം തന്നെ തങ്ങളുടേതായിട്ടുള്ള ഭാഷകളിൽ കേട്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഒന്നിപ്പിക്കുന്ന ആത്മാവ്, ഐക്യത്തിന്റെ ആത്മാവ്, ഭിന്നിപ്പിക്കുന്ന ആത്മാവാണോ? അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ വറപ്പിക്കുന്നതോ ബോധം കെടുത്തുന്നതോ ഭിന്നിപ്പിക്കുന്നതോ അങ്ങനെയുള്ള ആത്മാവൊന്നും അല്ല. പരിശുദ്ധാത്മാവിനെ ലഭിച്ചു കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ കൃപ എന്തോന്നാണ്? നമ്മളെല്ലാവരും ആവർത്തിച്ച് പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ, എല്ലാവർക്കും അറിയാവുന്ന പരിശുദ്ധാത്മാവിന്റെ ഒരു പാട്ട്. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ എന്തോന്നാ ദൈവസ്നേഹം നിറയ്ക്കണേ. എന്തോന്നറിയുന്നത്? ദൈവസ്നേഹം. പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് കടന്നു വരുമ്പോ ഈ ഒരു ദൈവസ്നേഹത്തിന്റെ ആഴപ്പെടല് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അതാ ഏറ്റവും വലിയ കരിസ്മാറ്റിക് നവീകരണ അനുഭവം. അപ്പൊ ഈ പരിശുദ്ധാത്മാവിന് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് നമ്മളില് ഈ ഒരു പ്രത്യാശ, നമ്മോടുകൂടെ മരിച്ചുയർത്ത് ജീവിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം അത് പ്രദാനം ചെയ്തുകൊണ്ട് നമ്മെ അനുഗ്രഹിക്കുന്ന, നമ്മോട് കൂടെയായിരിക്കുന്ന ആ ഒരു സാന്നിധ്യം അനുഭവിക്കുവാൻ നമ്മെ സഹായിക്കും. പ്രിയമുള്ളവരെ, ഈശോയുടെ ആ ഒരു സാമീപ്യം അത് അനേകർക്ക് അനുഗ്രഹമായി. ഈശോ എവിടെയെല്ലാം കടന്നു ചെന്നു, ഈശോയുടെ അടുക്കലേക്ക് ആരെയെല്ലാം കൊണ്ടുവന്നു? ചിലരെ നിർബന്ധിച്ചു കൊണ്ടുവന്നതാ, ചിലരെ വലിച്ചഴിച്ചു കൊണ്ടുവന്നതാ, ചിലരെ കട്ടിലെ ചുമന്നുകൊണ്ട് വന്നതാ. എല്ലാവരും ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിച്ച് കടന്നുപോയി. എല്ലാവരും രക്ഷ പ്രാപിച്ച് കടന്നുപോയി. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിൽ നമുക്കൊക്കെ പരിചയമുള്ള ഒരാളെ നമ്മൾ കാണുന്നുണ്ട്. ആരാ അത്? സക്കേവൂസ്. സക്കേവൂസ് ഈശോ എന്ന് കാണാൻ ആഗ്രഹിച്ചുള്ളൂ. സക്കേവൂസ് ഈശോ എന്ന് കാണാൻ ആഗ്രഹിച്ചപ്പോ സക്കേവൂസ് എന്താ ചോദിച്ചത്? നമ്മൾ പറഞ്ഞു കേട്ടോ, ഒരു പൂ ചോദിച്ചപ്പോ പൂന്തോട്ടം കിട്ടി എന്ന് പറഞ്ഞതുപോലെ ഇല്ലേ? അങ്ങനെ പറയാറില്ലേ? ഒരു പൂ ചോദിച്ചപ്പോ പൂന്തോട്ടം കിട്ടി, അങ്ങനെ ഏതാണ്ടൊക്കെ ചേർത്ത് പറയാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ സക്കേവൂസ് ഈശോ എന്ന് കാണാൻ ആഗ്രഹിച്ചപ്പോ ഈശോ പറയാ, ദേ ഞാൻ നിന്റെ വീട്ടിലേക്ക് വരിക. ഓർത്തേക്ക് എന്താ സന്തോഷം! ഒന്ന് കാണാൻ ആഗ്രഹിച്ചോളൂ. അതാണ് കർത്താവിന്റെ കൃപ, അതാണ് കർത്താവിന്റെ അനുഗ്രഹം. 100 ഈശോ പറഞ്ഞില്ലേ, എന്നെ പ്രതി ഭാര്യയെയോ ഭർത്താവിനെയോ നിലങ്ങളെയോ മക്കളെയോ സ്നേഹിക്കുന്നവന് 100 ഇരട്ടിയായി. എന്നുകൊണ്ട് ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് കർത്താവിന്റെ പുറകെ ഇറങ്ങിപ്പോണെന്നാണ് ഉദ്ദേശിക്കുന്നത്? ഭാര്യ ഉപേക്ഷിച്ചിട്ട് കർത്താവിന്റെ പുറകെ ഇറങ്ങിപ്പോണെന്നാണ് ഉദ്ദേശിക്കുന്നത്? ആണോ? ഒന്നല്ല. ഇന്ന് ഇവിടെ സുവിശേഷത്തില് വായിക്കുന്ന കാര്യമുണ്ട്. ഈശോ പറഞ്ഞു, എന്നേക്കാൾ അധികമായി അപ്പനെയോ അമ്മയെയോ ഭാര്യയോ മക്കളെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോജിച്ചവനല്ല. എന്നേക്കാൾ അധികമായി. അപ്പോ ഈ അപ്പനെ സ്നേഹിക്കുന്നതും അമ്മയെ സ്നേഹിക്കുന്നതും ഭാര്യയെ സ്നേഹിക്കുന്നതും ഭർത്താവിനെ സ്നേഹിക്കുന്നതും മക്കളെ സ്നേഹിക്കുന്നതും ഒക്കെ ദൈവസ്നേഹത്തിന് വിധേയമായിട്ടാണെങ്കിൽ പ്രശ്നമില്ല. കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല, സഹോദരങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല. കാരണം അത് ദൈവസ്നേഹത്തിന് വിധേയമായിട്ടാ. ദൈവത്തോടുള്ള സ്നേഹമാണ് അപ്പനോടും അമ്മയോടും ഭാര്യയോടും മക്കളോടും ഭർത്താവിനോടും സഹോദരങ്ങളോടൊക്കെ സ്നേഹിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, കുറെ വഴക്കിട്ട് കഴിയുമ്പോൾ പറയുന്നത് കണ്ട്, ദൈവത്തെ ഓർത്ത്, ഇല്ലേ? ദൈവത്തെ ഓർത്ത്, ദൈവത്തെ ഓർത്ത്. അപ്പോ ഈ ഒരു ദൈവ സ്നേഹ അനുഭവത്തിൽ ദൈവത്തോടുള്ള സ്നേഹം അതാണ് ഭർത്താവിനോട് കാണിക്കേണ്ടത്. ദൈവത്തോടുള്ള സ്നേഹം അതാണ് ഭാര്യയോട് കാണിക്കേണ്ടത്. ഈശോ പറഞ്ഞില്ലേ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, സർവശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ ദൈവത്തെ സ്നേഹിക്കുക, നിന്നെ പോലെ നിന്റെ ആൾക്കാരനെയും സ്നേഹിക്കുക. അപ്പൊ ഈ ദൈവസ്നേഹം ഒട്ടും കുറയാതെ
അത് മറ്റുള്ളവരിലേക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കുക. ദൈവസ്നേഹം കൊടുക്കുക എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അടുത്തിരിക്കുന്നത് ഈശോ മിശിഹായാണെന്നുള്ള തിരിച്ചറിവ്. അപ്പൊ നമ്മുടെ കുടുംബത്തിൽ കൂടെയുള്ളവർ ഈശോ മിശിഹായാണെന്നുള്ള തിരിച്ചറിവ്. ആരാ? ഭർത്താവ്, ഭാര്യ, അപ്പൻ, അമ്മ, മക്കള്, സഹോദരങ്ങള്, അതൊക്കെ ആരാ? ചിലർ പറയും നരകത്തിയും തന്നെ അങ്ങ് എടുത്തോണ്ടാ മതി എന്നാണ്. നരകമാണോ സ്വർഗമാണോ? നരകത്തിൻ്റെയും സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയ വ്യത്യാസം എന്തോന്നാണ്? നരകവും സ്വർഗവും തമ്മിലുള്ള ഏറ്റവും വ്യത്യാസം എന്തോന്നാണ്? സ്വർഗത്തിൽ ദൈവമുണ്ട്, നരകത്തിൽ ദൈവം ഇല്ല. സ്വർഗത്തിൽ ദൈവമുണ്ട്, നരകത്തിൽ ദൈവം ഇല്ല. അപ്പൊ നമ്മുടെ കുടുംബത്തില് സ്നേഹം ഉണ്ടെങ്കിൽ അവിടെ ദൈവമുണ്ട്. സ്നേഹം ഇല്ലെങ്കിലോ അവിടെ ദൈവം ഇല്ല. അവിടെ ആരായിരിക്കും ഉള്ളത്? പിശാചായിരിക്കും ഉള്ളത്. അപ്പൊ പിന്നെ പിശാച് വസിക്കുന്നത് എന്തോന്നാണ്? പിശാച് വസിക്കുന്നത് എന്തോന്നാണ്? നരകമാണ്. പിശാച് വസിക്കുന്ന സ്ഥലം നരകമാണ്. അതുകൊണ്ടാ ചിലരൊക്കെ പറയുന്നത് ഈ നരകത്തിൽ നിന്ന് എന്നെ അങ്ങ് എടുത്താൽ മതി എന്ന്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4-ാം അധ്യായത്തില് നമ്മളെ അവിടെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്ന കാര്യമുണ്ട്. 7-ാമത്തെ തിരുവചനം, 4-ാം അധ്യായം 7-ാമത്തെ തിരുവചനം. ആകയാൽ ദൈവത്തിന് വിധേയരാകുവിൻ, പിശാചിനെ ചെറുത്തു നിൽക്കുവിൻ. പിശാചിനെ ചെറുത്തു നിൽക്കണം. അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകന്നുകൊള്ളും, വിട്ടുപൊക്കൊള്ളുന്ന. ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. സക്കേവൂസ് ഈശോ ഒന്ന് കാണാൻ ആഗ്രഹിച്ചതേ ഉള്ളൂ. ഈശോ സക്കേവൂസിനോട് ചേർന്ന് നിൽക്കുക. സക്കേവൂസിന്റെ വീട്ടിലേക്ക് വന്നപ്പോ നാട്ടുകാരെല്ലാവരും മൂക്കത്തെ വിര വെച്ചിട്ട് പറഞ്ഞ, ഇവനറിയത്തില്ലേ ഈ ഒരു പാപിയുടെ വീട്ടിലാ അവൻ ആതിഥ്യം സ്വീകരിക്കുന്നത്. എല്ലാവരും മൂക്കത്തെ വിര വെച്ചു. കാരണം സക്കേവൂസ് അറിയപ്പെടുന്ന ഒരു പാപിയാ. എന്താ കാരണം? ചുങ്കക്കാരനാണ്. ചുങ്കക്കാര് യഹൂദജനത്തെ സംബന്ധിച്ചുള്ള ഒരു പാപികളാണ്. ദൈവജനത്തിൽ നിന്നും ചുങ്കമൊക്കെ പിരിച്ച് റോമൻ ചക്രവർത്തിക്ക് കൊടുക്കുന്നവൻ മഹാപാപിയല്ലയോ? അതുകൊണ്ട് ചുങ്കക്കാരൻ പാപിയാണ്. പക്ഷേ ഈശോയുടെ നോട്ടത്തില് സക്കേവൂസ് പാപിയല്ല, പിന്നെ ആരാണ്? മാനസാന്തരപ്പെടാനുള്ള ഒരു വിശുദ്ധനാണ്. പാപി മാനസാന്തരപ്പെട്ടാൽ ആരായിട്ട് മാറും? വിശുദ്ധനായി മാറും. അപ്പൊ ഈശോയുടെ നോട്ടത്തിൽ, നാട്ടുകാരുടെ എല്ലാ നോട്ടത്തില് സക്കേവൂസ് മഹാപാപിയായിരുന്നു. പക്ഷേ ഈശോയുടെ സാന്നിധ്യം ഈ മഹാപാപിയായ സക്കേവൂസിനെ, ഞാൻ പറയും സുവിശേഷത്തിലെ ആദ്യത്തെ വിശുദ്ധൻ സക്കേവൂസാണ്. കർത്താവേ, എന്റെ വസ്തുവിൽ പകുതി ഞാൻ ദരിദ്രർക്ക് ദാനം ചെയ്യുന്നു. ആരുടെയെങ്കിലും എന്തെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 1/4 ഇരട്ടിയായി തിരികെ കൊടുക്കുന്നുവെന്ന് പറഞ്ഞ് മാനസാന്തരത്തിന്റെ ഫലം പുറപ്പെടുവിച്ച സക്കേവൂസ് വിശുദ്ധനായി മാറി. പാപി മാനസാന്തരപ്പെടുമ്പോൾ വിശുദ്ധനായിട്ട് മാറും. അങ്ങനെ എന്നും പാപിയായിട്ട് നിലനിൽക്കേണ്ടവരാരും ഉണ്ടോ? എന്നും പാപിയായിട്ട് മുദ്ര കുത്തപ്പെടേണ്ടത് ആരുമില്ല. കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോ, കർത്താവിന്റെ സാമീപ്യം അനുഭവിക്കുമ്പോ പാപി വിശുദ്ധനായി മാറും. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ആരെയും എഴുതി തള്ളേണ്ട കാര്യമില്ല. അവൻ നശിച്ചവനാ, അവൻ പോയവനാ, അവന്റെ കാര്യം പോയി എന്ന് പറഞ്ഞ് ആരെയും എഴുതി തള്ളേണ്ട കാര്യമില്ല. നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം എന്തോന്നാണ്? പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബങ്ങളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളവരുണ്ടാകും. ഇവിടെ പങ്കുവെച്ച് പറഞ്ഞതുപോലെ തികഞ്ഞ മദ്യപാനികള്, ഒരുപക്ഷെ മാനസിക രോഗത്തിൻ്റെതായിട്ടുള്ള അവസ്ഥകൾ പോലും കാണിക്കുന്ന മദ്യപാനികൾ കാണും. ഇവിടെ പങ്കുവെച്ചപ്പോ പറഞ്ഞില്ലേ ആ കാര്യങ്ങൾ. അല്ലെങ്കിൽ മാതാപിതാക്കന്മാരെ അനുസരിക്കാത്ത മക്കള് കാണും, പരസ്പരം കലഹിക്കുന്ന മക്കള് കാണും, മയക്കുമരുന്നിനൊക്കെ വിധേയപ്പെട്ടു പോകുന്നവർ കാണും. ഇപ്പോഴത്തെ കാലത്ത് നമുക്കറിയാമല്ലോ, ഇങ്ങനെ വല്ലവരാലും വശീകരിക്കപ്പെട്ട് ഈ മൊബൈൽ ഫോണും ഇന്റർനെറ്റും അതെല്ലാം ഉപയോഗിച്ച് പലതരത്തിലുള്ള തിന്മകളിലേക്ക് കടന്നു പോകുന്ന മക്കളും ഒക്കെ കാണും. എഴുതി തള്ളാൻ വരട്ടെ. കർത്താവിനൊരു അവസരം കൊടുക്ക്, ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു അവസരം കൊടുക്ക്, പ്രാർത്ഥിക്ക്. ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എഴുതി തള്ളാൻ വരട്ടെ. ഈശോ എഴുതി തള്ളാനുള്ളവനല്ല. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, മഹാപാപിനിയായ
സ്ത്രീയെയും വലിച്ചഴച്ച് ഈശോയുടെ അടുക്കലേക്ക് കൊണ്ടുവന്നതാണ്. എന്തിനാ? കൊല്ലാനാ. കൊല്ലാൻ, രണ്ടുപേരെയും കൊല്ലാൻ. ഈശോയെയും കൊല്ലണം, ഇവളെയും കൊല്ലണം. കാരണം അവർ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയുള്ളവരെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാ മോശയുടെ നിയമത്തെ പറഞ്ഞു. നീ എന്താ പറയുന്നത്? കല്ലെറിഞ്ഞ് കൊല്ലണ്ട എന്ന് പറഞ്ഞാൽ പറയാ, ഇവൻ മോശയുടെ നിയമത്തെ ധിക്കരിക്കുന്നു, എറിയടാ, അങ്ങനെ പറഞ്ഞെറിയാൻ പറ്റും. ഇനി കല്ലെറിഞ്ഞ് കൊന്നോളാൻ പറഞ്ഞ അമ്പടാ, ഇവന്റെ സ്നേഹത്തിന്റെ പ്രമാണം എവിടെ പോയി, എറിയടാ എന്നും പറഞ്ഞുകൊണ്ട് എറിയാൻ പറ്റും. പക്ഷേ ഈശോ എന്താ പറഞ്ഞത്? നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ആദ്യം അവിടെ കല്ലെറിയട്ടെ. ഒരാൾ പോലും കല്ലെറിയാൻ മുതിർന്നില്ല. എനിക്ക് തോന്നുന്നത് ഇന്നെങ്ങാനും ആണെങ്കിൽ നമ്മൾ ഒന്നെറിഞ്ഞ് ചോടും. ഞാൻ ഏതായാലും ഒന്ന് എറിഞ്ഞിട്ടുള്ളെന്നും പറഞ്ഞിട്ട് ഒന്നെറിഞ്ഞ് ഓടും. അവിടെ നിൽക്കാൻ പറ്റത്തില്ല. നിന്ന് കഴിഞ്ഞാൽ അമ്പടാ നീയോ എന്നും പറഞ്ഞുകൊണ്ട് ബാക്കി എല്ലാവരും നമ്മുടെ മുതുകത്ത് കയറും. അതുകൊണ്ട് എറിഞ്ഞ് ചോടും നമ്മൾ. കാരണം നമുക്ക് അത്രയും ചങ്കൂറ്റമുണ്ട്. അന്ന് അവർക്ക് അത്രയും ചങ്കൂറ്റം ഇല്ലാത്തതുകൊണ്ട് അവരെല്ലാവരും അംഗീകരിച്ചു, കർത്താവേ ഞങ്ങൾ പാപികളാണ്. അവസാനം ഈശോ എന്താ സ്ത്രീയോട് പറഞ്ഞത്? ഞാനും നിന്നെ വിധിക്കുന്നില്ല, ഇനിമേൽ പാപം ചെയ്യരുത്. ഞാനും നിന്നെ വിധിക്കുന്നില്ല, ഇനിമേൽ പാപം ചെയ്യരുത്. ഈശോ അവളെ വിശുദ്ധീകരിച്ചു. മഹാപാപിനിയായ സ്ത്രീയെ ഈശോ വിശുദ്ധീകരിച്ച് ഒരു പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. അതാ കർത്താവിന്റെ സാന്നിധ്യ അനുഭവം. ഈശോയുടെ അടുക്കലേക്ക് കൊണ്ടുവന്ന ധാരാളം രോഗികൾ സൗഖ്യം പ്രാപിച്ചു. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഗദറായക്കാരുടെ നാട്ടിൽ നിന്നുള്ള പിശാച് ബാധിതൻ ശവക്കല്ലറകളിൽ അവൻ താമസിച്ചിരുന്നത്. ആർക്കും അവനെ നിയന്ത്രിക്കാൻ പറ്റിയിരുന്നില്ലെന്നാ പറയുന്നത്. അങ്ങനെയുള്ള ചിലര് നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്തവര്, ആര് പറഞ്ഞാലും അനുസരിക്കാത്തവര്, ആര് പറഞ്ഞാലും കേൾക്കാത്തവര്, അങ്ങനെയുള്ള ചില ആളുകൾ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. പക്ഷേ ഈശോ പറഞ്ഞു പിശാചിനോട് നീ അവന് പുറത്തു പോവുക. അത് കേട്ടിട്ട് പിശാച് ഈശോയോട് ചോദിക്കുകയാണ്, നീ മഹോന്നത ദൈവത്തിന്റെ പുത്രനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നെന്നാ ചോദിക്കുന്നത്. പിശാചിന് മനസ്സിലായി ഈശോയാണെന്ന്. ഇല്ലേ? പിശാചിന് മനസ്സിലായി. പിശാചുകൾക്ക് ഈശോയെ മനസ്സിലാകും, നമുക്ക് മനസ്സിലാകത്തില്ല. ഇപ്പോ ഈ നമ്മുടെയൊക്കെ നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ചെറിയ അപകടത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാമല്ലോ. ഇങ്ങനെ പിശാച് സേവയും ബ്ലാക്ക് മാസ് എന്നൊക്കെ പറഞ്ഞോണ്ട്, ബ്ലാക്ക് മാസ്. അപ്പൊ അത് കോൺസെൻട്രേറ്റ് ചെയ്ത, കുദാശ കർമ്മം ചെയ്ത തിരുവോസ്തി, അതാണ് അവർക്ക് വേണ്ടുന്നത്. അപ്പൊ ഇതൊരു ബിസിനസ് ആക്കി മാറ്റിയിരിക്കുന്ന ചിലരൊക്കെ ഉണ്ട്. കുർബാന മോഷ്ടിച്ചു കൊണ്ട് കൊടുക്കുക, കാശ് കിട്ടും എന്നാ പറയുന്നത്. അങ്ങനെ സ്ഥലം ഞാൻ പറയുന്നല്ലോ, ഒരു സ്ഥലത്ത് കുറച്ച് കുട്ടികൾ പള്ളി കയറി ഓസ്തി മോഷ്ടിച്ചിട്ട് കൊണ്ടുപോയി കൊടുത്തു. പക്ഷേ അത് പിശാചിന് തിരിച്ചറിയാമെന്നാ പറയുന്നത്. വെറുതെ ഓസ്തി കൊണ്ടുപോയി കൊടുത്താൽ അവർ സമ്മതിക്കത്തില്ല. കാരണം അത് ഈശോയല്ലെന്ന് അവർക്കറിയാം. പിശാചിനറിയാം ഈശോയായ തിരുവോസ്തി ഏതാണ്, അല്ലാത്ത വെറും ഓസ്തി ഏതാണെന്ന്. നമുക്കറിയാവോ? പ്രിയമുള്ളവരെ, നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മൾ ഈശോ എന്ന വ്യക്തിയെ സ്വീകരിച്ച്, ഈശോ എന്ന വ്യക്തി അത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. അത് തിരിച്ചറിയാത്തത് കൊണ്ടാണ് നമ്മൾ പലരും ഈ വിശുദ്ധ കുർബാന സ്വീകരണം അത് വെറും ഒരു ചടങ്ങാക്കിയിട്ട് മാറ്റിയിട്ട് നമ്മുടെ ഈശോയായിട്ട് മാറാൻ പറ്റാത്ത ഒരവസ്ഥ. ഈശോ നമ്മുടെ അടുക്കിലേക്ക് വരുന്ന ആ ഒരു വലിയ കൃപയുടെ നിമിഷമാണ് വിശുദ്ധ കുർബാന സ്വീകരണം. ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരുമെന്ന് ഈശോ പറഞ്ഞത് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെയാണ്. വിശുദ്ധ കുർബാന സ്വീകരണം ആണ്ടിലൊരിക്കൽ മാത്രം നടത്തേണ്ട ഒരു കാര്യമൊന്നുമല്ല. എപ്പോഴൊക്കെ സാധിക്കുമോ അപ്പോഴൊക്കെ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ കർത്താവിൻ്റെ ആ ഒരു സാന്നിധ്യം, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരും എന്നുള്ള അവിടുത്തെ ആ തിരുവചനങ്ങൾ അത് യാഥാർത്ഥ്യമായി തീരുകയാണ് ചെയ്യും. കർത്താവിൻ്റെ ആ ഒരു സാന്നിധ്യം അത് ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർ ഏറെ ദുഃഖിതരായിരുന്നു, ഏറെ അസ്വസ്ഥരായിരുന്നു. അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ട് പോവുക. ഈശോവരുടെ കൂടെ നടന്നിട്ടും അത് ഈശോയാണെന്ന് തിരിച്ചറിയാൻ പറ്റിയില്ല. അവർക്ക് അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നെന്നാണ്. ഈശോ തിരിച്ചറിയാൻ പറ്റിയില്ല. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. നമ്മുടെ ജീവിതത്തിലും ചെറിയ ദുഃഖങ്ങൾ വരുമ്പോൾ, ഭാരങ്ങൾ വരുമ്പോൾ, അസ്വസ്ഥതകൾ വരുമ്പോൾ, എന്തെങ്കിലും രോഗങ്ങളൊക്കെ വരുമ്പോൾ നമ്മളും അന്ധരായിട്ട് മാറും. നമ്മുടെ വിശ്വാസമൊക്കെ ഇല്ലാതായി പോവും. ദൈവത്തെ തിരിച്ചറിയാൻ പറ്റാതെ വരും. ദൈവത്തിൻ്റെ ഇടപെടലുകൾ തിരിച്ചറിയാൻ പറ്റാതെ വരും. അപ്പോഴും നമ്മളും നിരാശപ്പെട്ടെന്ന് വരും. നമ്മളും ദൈവത്തെ തള്ളിപ്പറഞ്ഞെന്ന് വരും. ഇനി പ്രാർത്ഥിച്ചിട്ട് പോലും കാര്യമില്ല എന്നൊക്കെ വിചാരിച്ചെന്ന് വരും.
അവരങ്ങനെ രണ്ടുപേരും കൂടി എന്തോ ഒക്കെ പറഞ്ഞുകൊണ്ട് പോയപ്പോ ഈശോ കൂടെ കൂടിയിട്ട് ചോദിച്ചു, എന്താ നിങ്ങൾ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത്, നിങ്ങൾ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? അവരന്തം വിട്ടുപോയി. ഈ ദിവസങ്ങളിൽ ഇവിടെ നടന്ന കാര്യങ്ങൾ അറിയാത്ത ഏക വ്യക്തി നീ ആയിരിക്കും. ശരിയാ, ഈശോ മാത്രം അറിഞ്ഞില്ല. കാര്യം എന്താ? ഈശോ അല്ല അതെല്ലാം അനുഭവിച്ചത്. അപ്പൊ പിന്നെ അറിയേണ്ട കാര്യമില്ലല്ലോ. അവസാനം നമ്മൾ കാണുന്നുണ്ട്, ഈശോ അവരുടെ കൂടെ നടന്നിട്ട് തന്നെക്കുറിച്ച് വിശുദ്ധ ലിഖിതങ്ങളിൽ എഴുതിയിരുന്ന എല്ലാ കാര്യങ്ങളും വ്യാഖ്യാനിച്ചു കൊടുത്ത് അവസാനം അവർക്ക് താമസിക്കേണ്ട സ്ഥലത്ത് എത്തിയപ്പോൾ ഈശോ അകന്നു പോകുന്നതായിട്ട് ഭാവിച്ചു. ഈശോ അകന്നു പോകുന്നതായി ഭാവിച്ചപ്പോൾ അവർ പറഞ്ഞു, നാഥ ഞങ്ങളുടെ കൂടെ വസിച്ചാലും. ഈശോ അവരുടെ കൂടെ കയറി. ഭക്ഷണത്തിന്റെ സമയത്ത് ഈശോ അപ്പമെടുത്ത് ആശീർവദിച്ച് അവരുടെ കൈ കൊടുത്തു. അപ്പോഴാണ് അവരുടെ കണ്ണുകൾ തുറന്നത്. എന്നിട്ട് അവർ പറഞ്ഞ കാര്യം ശ്രദ്ധേയമാ. അവരെന്താ പറഞ്ഞത്? വഴി വെച്ച് അവൻ നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ നമ്മുടെ ഹൃദയങ്ങള് ജ്വലിച്ചു കൊണ്ടിരിക്കുകയല്ലായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഈ വചന പ്രഘോഷണത്തിന്റെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത്, നമുക്കറിയാം കത്തോലിക്ക സഭയില് വചന പ്രഘോഷണം മാത്രമല്ല, വചന പ്രഘോഷണം ഈ ഒരു കുദാശ ജീവിതത്തിലേക്ക് നയിക്കുകയാണ്. വചന പ്രഘോഷണം പൂർണ്ണമാകുന്നത് വിശുദ്ധ കുർബാനയിലാണ്. അതാണ് എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർക്കുണ്ടായ ആ ഒരു അനുഭവം. കർത്താവ് വിശുദ്ധ കുർബാനയിലൂടെ ഇന്നും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. നമ്മെ അനുഗ്രഹിക്കാൻ, നമ്മെ വിശുദ്ധീകരിക്കാൻ, നമുക്ക് സൗഖ്യം തരുവാൻ, നമ്മുടെ ജീവിതങ്ങളിൽ ഇടപെടുവാൻ, നമ്മളെ ശക്തിപ്പെടുത്തുവാൻ, നമ്മളെ ബലപ്പെടുത്തുവാൻ, നമുക്ക് ആവശ്യമായ എല്ലാ കൃപകളും നൽകുവാൻ, നമ്മയൊക്കെ തന്നോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ എൻ്റേതാ എന്ന് പറയുവാനായിട്ട് ഈശോയുടെ ആ ഒരു സ്നേഹ സാമീപ്യം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് നമുക്കും ഈശോയുടെ ചേർന്ന് നിൽക്കാം. അപ്പോൾ അവിടുന്നിലൂടെ വെളിപ്പെട്ട ദൈവത്തിൻ്റെ ആ കൃപകള്, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ സാന്നിധ്യം അതെല്ലാം നമുക്ക് സ്വന്തമാക്കുവാനായിട്ട് സാധിക്കും. ഈശോ പീലിപ്പോസിനോട് പറഞ്ഞു, പീലിപ്പോസേ, ഇത്രയേറെ കാലം ഞാൻ നിങ്ങളോടുകൂടി ആയിരുന്നിട്ടും നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ? ഇവിടെ ഇരിക്കുന്ന എല്ലാ പീലിപ്പോസുമാരോടും ഈശോ ചോദിക്കുന്നുണ്ട്, ഓരോരുത്തരുടെയും പേര് വിളിച്ചിട്ട്, നിങ്ങൾക്ക് മനസ്സിലായില്ല? ഇത്രയേറെ കാലം ഞാൻ നിങ്ങളോടുകൂടി ആയിരുന്നിട്ടും നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ? ഈശോ എന്താ പറഞ്ഞത്? എന്നെ കാണുന്നവൻ ദൈവത്തെ കാണുന്നു, എന്നോടൊത്ത് വസിക്കുന്നവൻ ദൈവത്തോടൊത്ത് വസിക്കുന്നു, എൻ്റെ സ്വന്തമായിട്ടുള്ളവൻ ദൈവത്തിൻ്റെ സ്വന്തമാണ്. 1 യോഹന്നാൻ 3:1 കണ്ടാലും എത്രയോ വലിയ സ്നേഹമാ പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമ്മളെ സ്വന്തം മക്കളാക്കി തന്നോട് ചേർത്ത് നിർത്തി തൻ്റെ ജീവന് അവകാശികളാക്കി നമ്മെ അനുഗ്രഹിക്കുന്ന നല്ല ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹം അനുഭവിക്കാം. നമുക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ ശൂന്യതകളിലേക്കെല്ലാം ദൈവത്തിൻ്റെ സ്നേഹം വന്ന് നിറയട്ടെ. കാനായിലെ ഭവനത്തിൽ ഈശോയുടെ സാന്നിധ്യം അവരുടെ എല്ലാ കുറവിനെയും പരിഹരിക്കാനിടയായി. ഈശോ പറഞ്ഞു, ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ. പലതരത്തിലുള്ള ശൂന്യതകൾ കൊണ്ട് നമ്മൾ നിറഞ്ഞ നമ്മുടെ ഹൃദയത്തിലേക്ക് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ നിറവുണ്ടാകട്ടെ. യേശുവേ വരേണമേ, രക്ഷകാ വരേണമേ. ആവർത്തിച്ച് പാടാം. യേശുവേ വരേണമേ, രക്ഷകാ വരേണമേ. ഒരിക്കൽ കൂടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ വരേണമേ,